കിഷോറിന്റെ പാട്ടിന് ഒത്തിരി പെർഫോമൻസിന്റെ ശരിക്കും എന്താ ആ ഒരു ഫീൽ എല്ലാവരും ഫീൽ ചെയ്തു. ആ ഒരു അൺഎക്സ്പെക്ടഡ് ആയ ഒരു കൺക്ലൂഷൻ. കിഷോറിന്റെ പാട്ടാണെങ്കിലും ഈ ടീമും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോ ഇവിടെ ഇന്ന് കണ്ണു നിറയാത്ത ഒരാൾ പോലും ഇവിടെ ഉണ്ടാവില്ല. അത്ര ഇതായിരുന്നു. നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. ജാസ്മിൻ സാറിന്റെ പാട്ട് സോളോ താങ്ക് യു സർ. ബ്ലെസ് യു സർ. ഒരുപാട് പെട്ടെന്ന് തിരിയും പാടാൻ അത് കത്തിയാണെന്ന് അറിയില്ല. മൈദപ്പൊടിയാണ് പെട്ടുകൊണ്ടിരിക്കുന്നത്. കൈ മാറ്റി വലത് ഇടത് കൈ മാറ്റി. അതെന്താ മസാലപ്പൊടി പറഞ്ഞാൽ അത് പറയാം. ഉപ്പിടാൻ പറഞ്ഞിട്ട് കുറച്ച് Rekha Master. My father died. My 6 years old. Same. I mean, the situation really Amma, my brother, myself. I was not practice. Various women I was stable. So Rekha Master great. Amma hold on. So in the situation for me, Amma hold on. Very nice. It was very nice. Heartful. Not movie, not program, anything. It was family dinner. മറ്റവളെ കാര്യമേ കോഴിയിൽ മസാല ഇട്ട് വെച്ചത്. ഇതിലിട്ട മസാലകൾ: 1 കോൺഫ്ലവർ, 2 ലാംബ് സൊമോട്ടാറ എന്ന് പറഞ്ഞാല് തക്കാളിയും വെള്ളുള്ളിയും ഉപ്പും കർപ്പൂരൊക്കെ പറിച്ച് വെച്ചൊരു സാധനം. ലേശം ചെയ്തു. അവസാനത്തെ വളരെ ആരാധനയോടെ ഞാൻ കണ്ടിരുന്നു. ഞങ്ങളെങ്ങനെ പാത്രം ഉപയോഗിക്കുന്നുള്ളൂ. നല്ല അടിപൊളി പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാം. നല്ലൊരു ഡിഷായിട്ട് ഡിഷ് നമുക്ക് പരീക്ഷിക്കണം. അങ്ങനെ എന്താണെന്നൊരു പിടുത്തമില്ല. പരീക്ഷണാവസ്ഥക്കാരാണ്. പരീക്ഷണാവസ്ഥക്കാലം നടക്കുന്നുണ്ട്. പരീക്ഷണം നടക്കുന്നവരാ. നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഭീമളായിരിക്കുന്നത്. ടെസ്റ്റ് ചെയ്യുന്ന ജീവിനെ കാണിച്ചു കൊടുത്താ. ടെസ്റ്റ് ചെയ്യുന്ന ജീവി. ഈ ജീവിയിലാണ് ഞങ്ങളെ സഹപ്രവർത്തകർ ടെസ്റ്റ് ചെയ്യാറുള്ളത്. ഇവിടെ കിഷോർ പാടിയതൊന്നും അറിഞ്ഞു പോലും അങ്ങനെ തന്നെയാണ്. അതായത് സിനിമയ്ക്കാണെങ്കിൽ ഇതിനൊക്കെ നമ്മളൊരു പാട്ടിന് വേണ്ടി ഒരു പാട്ടെന്ന് പറയുന്നതിന് അത്രയധികം മേർജ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. നമ്മുടെ ഈ സാധനം റെഡിയായി എന്ന് പറയാൻ പറ്റില്ല. ഒന്ന് നോക്കിയാലേ അറിയുള്ളൂ എന്താ സാധനം. സാധനം കൂടുതലുണ്ട് വായി വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ പൊട്ടിത്തെറിക്കാണ്ട്
തീ കൂട്ടണോ താങ്ക് യു സർ. അഞ്ചാ വിടുക കൈമുതി ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിപ്പോ ആദ്യമായിട്ട് പറഞ്ഞാണ് ഇന്നത്തെ ദിവസം ആദ്യത്തെ എല്ലാ പ്രാവശ്യവും നിങ്ങൾ ഇങ്ങനെ ഓരോ കൊണ്ടുകൊണ്ട് വാക്കുകളും കരയിപ്പിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യവും കരയില്ല, പ്രാവശ്യം ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? അടുത്ത കോമഡി റൗണ്ടാണ്. ഞങ്ങളെല്ലാം പോലും പോയി ഗംഭീരമായി. മാത്രം മതിയാവും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കണ്ണീര് വന്നത് നമ്മുടെ കൃഷ്ണപ്രിയ. വളരെ ഭയങ്കര കൃഷ്ണ ഇനി കോമഡി ചെയ്യേണ്ടതാ. ഞാൻ എന്ത് ചെയ്യും? ഒന്നുകൂടെ മേക്കപ്പ് ചെയ്യാം. അവിടുത്തെ മനസ്സിലുള്ള കൊള്ളാൻ കാരണം അത് എപ്പോഴും മാറില്ല. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെയാണ് ഞാനും ഈ ഒരു സ്റ്റേജിൽ തന്നെയാണ്. ഞാൻ 8th പഠിക്കുമ്പോൾ തന്നെ അച്ഛൻ മരിച്ചു. അതാണ് എനിക്ക് അധികം ഫീൽ ചെയ്തത്. ഇത് കളയാണ്. നാട്ടിലുണ്ടെങ്കിൽ ഇത് കളയാൻ പറ്റുക വേസ്റ്റോ. അപ്പൊ എനിക്ക് ഞാൻ ആ കാലത്ത് പക്ഷെ എനിക്ക് പനിയാണ്. എന്റെ ചേട്ടനാണ്. ഇതുവരെ ആളില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടേ നമുക്ക് വന്നിട്ടുള്ളൂ. എന്നാലും ആളില്ലാന്ന് വരുമ്പോൾ ഒരു ഭയങ്കര വിഷമമാണ്. നമുക്ക് നല്ലൊരു മരിച്ചു കിടക്കാനുള്ള പേടിയും കൊണ്ടാണോ ഈ രാവിലെ തൊട്ട് ഇങ്ങനെ